എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് റവ കേസരിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മുംബൈയിലെ കുറച്ച് കാഴ്ചകളും കൂടി ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിവാലിയുടെ അടുത്ത ദിവസമാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ദിവാലിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കടകളൊക്കെ ആണെങ്കിലും ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തത് കാണാനൊക്കെ തന്നെ നല്ല ഭംഗിയാണ്. ആകെ ഒരു ഫെസ്റ്റീവ് മൂഡാണിവിടെ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ഈ റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കിയ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതേ കടായിൽ തന്നെയാണ് ഞാൻ 1 കപ്പ് റവ ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml. ഇനി റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ റവയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റവയൊക്കെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. റവയുടെ കളറൊന്നും മാറിപ്പോകരുത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഫുഡ് കളറാണ്. ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. മഞ്ഞയോ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കണം. റവ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചേർക്കരുത്. ഇതുപോലെ കുറച്ച് വീതം ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ റവ കേസരി തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് 1 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എടുത്തു വെച്ചിരുന്ന 1 കപ്പ് റവയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുമ്പോഴേക്കാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള മധുരമുണ്ട് 1 കപ്പ് ചേർക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് എടുത്തത്. മധുരത്തിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തെടുത്ത സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതേ നെയ്യിൽ തന്നെയാണ് റവ വറുത്തെടുത്തതും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ചേർത്തത്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയുമാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഏത് കണ്ടെയ്നറിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റാണ് ഞാനിത് മാറ്റി വയ്ക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മുംബൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ദിവാലി ടൈം ആയതുകൊണ്ട് തന്നെ
നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വീടുകളായാലും കടകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്നത് സീവുഡ്സ് ഗ്രാൻഡ് സെൻട്രൽ മോളാണ്. ഫെസ്റ്റിവൽ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വാശിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഫ്ലാറ്റുകളാണ്. ഫ്ലാറ്റുകളൊക്കെ നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു നല്ല ദിവാളിയും കഴിഞ്ഞുപോയി. അപ്പോൾ എല്ലാവരും ഫാമിലിയോടൊപ്പം നന്നായിട്ട് ദിവാളിയൊക്കെ ആഘോഷിച്ചു കാണുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് മുംബൈയിലെ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവ കേസരിയും ഈ മുംബൈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്